പൂന്തേട്ടാ, ആ ശശിയോ, നിങ്ങൾ മരിച്ച വീട്ടിലേക്കൊന്ന് പോയി? ഇപ്പൊ ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. എന്ത് ചെയ്യാനാ, മനുഷ്യന്റെ ഓരോ അവസ്ഥ. ഇനി എന്തായാലും കുളിച്ചിട്ടേ വീട്ടിൽ കയറാനൊക്കത്തുള്ളൂ. എന്നാ പിന്നെ ഇതങ്ങ് തീർത്തിട്ട് കയറാന്ന് കരുതി. അല്ല പൂന്തേട്ടാ, നിങ്ങൾക്ക് ഇപ്പോഴും പഴയ വിശ്വാസങ്ങളൊക്കെ ഉള്ളൂ. അല്ല, മരിച്ച വീട്ടിൽ പോയിട്ട് കുളിച്ചിട്ടേ വീട്ടിൽ കയറാവുന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അതൊന്നൊരു വിശ്വാസത്തിന്റെ പ്രശ്നമല്ലടോ. അതൊക്കെ അമ്മ പഠിപ്പിച്ച ഓരോ ശീലങ്ങളാണ്. പൂന്തേട്ടന് അമ്മയെ വലിയ ഇഷ്ടമായിരുന്നില്ലേ? അമ്മയുടെ ഓരോ വാക്കുകളും അതിലൊക്കെ എത്രമാത്രം അർത്ഥം ഉണ്ടായിരുന്നുണ്ട് ഇപ്പോഴാ മനസ്സിലാവുന്നത്. ഏട്ടൻ പറഞ്ഞ് ശരിയാണ്. അമ്മയും അച്ഛനൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം, ഒരു ആശ്വാസത്തിന്റെ ഒരു കാലമായിരുന്നു. ശശി, എനിക്ക് ആ ചെറിയ ചെക്കന്റെ കരച്ചിൽ കണ്ടുകൂടാത്ത മുത്താട്ടം ഭയങ്കര തന്നെ. എന്ത് കരച്ചിലിടോ, ആളെ കാട്ടാൻ, അല്ലാണ്ട് എന്ത്. അങ്ങനെ പറയുന്നു പൂന്തേട്ടാ. ഇയാൾ അധ്വാനിക്കുന്ന കാലത്ത് ഈ പിള്ളേരെയും തള്ളയും എങ്ങനെയാ നോക്കിയെന്ന് നമുക്കൊക്കെ അറിയാലോ. എന്നിട്ട് മൂപ്പര് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കിയോ ഈ കുട്ടികൾ? മടിയിൽ കനമുള്ളപ്പോഴേ കയറി വരുന്നൊരു വിരുന്നുകാരനാവരുത് സ്നേഹം. ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്നതാവണം സഖി നമ്മുടെയൊക്കെ സ്നേഹം.